എല്ലാവർക്കും ലേണേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ആദ്യത്തെ പാഠമായ പീർ ബഹൂട്ടിയും ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന ടിപ്പണിക്ക് ശേഷം നമ്മൾ മൂന്നാമത്തെ പാഠത്തിലേക്ക് കടക്കുകയാണ്. മൂന്നാമത്തെ പാഠം ടൂട്ടാ പഹിയ. ടൂട്ടാ പഹിയ എന്നുള്ളതൊരു കവിതയാണ്. ടൂട്ടാ പഹിയ यह धर्मवीर भारती से लिखी गई कविता है. അപ്പോൾ टूटा पहिया किसने लिखी है? धर्मवीर भारती. धर्मवीर ഭാരതിയാണ് टूटा पहिया എഴുതിയത്. यह किस विधा में है? यह कविता है. टूटा पहिया. Now take that word. टूटा पहिया. टूटा means പൊട്ടിപ്പോയ, पहिया ചക്രം. ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ടൂട്ടാ പഹിയയിലെ വിശേഷണം എന്ത്? ഇവിടെ ടൂട്ടാ പഹിയയിലെ പഹിയ എന്ന് പറയുന്നത് അത് ചക്രം, അത് നാമവും, ടൂട്ട എന്നുള്ളത് അതിൻ്റെ വിശേഷണവും. അണ്ടർലൈൻ ചെയ്ത് അവിടെ എഴുതിയിടുക. ടൂട്ട വിശേഷണം, പഹിയ നാമം. ഈ കവിത 3 ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ ഭാഗം ഞാൻ വായിക്കുന്നു. मैं रथ का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मत. क्या जाने कब इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर घिर गए हैं. मैं रथ का टूटा हुआ पहिया हूँ. मैं എന്ന് പറയുന്നത് ഇവിടെ ആരെയാണ്? ടൂട്ടാ പഹിയ. കവിക്ക് പകരം കവിയല്ല പറയുന്നത്. ഇവിടെ ആരാണ്? മേ സ്റ്റാൻഡ്സ് ഫോർ ടൂട്ടാ പഹിയ. അണ്ടർലൈൻ മേ ആൻഡ് റൈറ്റ് ദേർ ടൂട്ടാ പഹിയ. മേ എന്ന് കവി ഉദ്ദേശിക്കുന്നത് ഇവിടെ ആരെ കൊണ്ടാണ്? ടൂട്ടാ പഹിയ. രഥ് കാ ടൂട്ടാ ഹുവാ പഹിയ ഹൂം. രഥം. ഇവിടെ മക്കളെ കൗരവരുടെയും പാണ്ഡവരുടെയും കഥ, യുദ്ധമാണ് ഇതിൻ്റെ പ്രതിപാദ്യ വിഷയം. ഈ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധം, ഗംഭീര മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് അതിൻ്റെ 13ാമത്തെ ദിവസം കൗരവസേനയിലെ മഹാരഥന്മാർ രചിച്ച ചക്രവ്യൂഹത്തിൽ കുടുങ്ങിപ്പോയ അഭിമന്യുവിനെ ശത്രുക്കൾ നിരായുധരാക്കി. 13ാം ദിവസം കൗരവരൊരു ഭാഗത്ത്, പാണ്ഡവരൊരു ഭാഗത്ത്. യുദ്ധം കൊടുമ്പിരി കൊണ്ട യുദ്ധം. ആ സമയത്ത് കൗരവരെന്ത് ചെയ്യുന്നു? ഒരു ചക്രവ്യൂഹം രചിച്ചു. ആ ചക്രവ്യൂഹത്തിലേക്ക് കടക്കാനുള്ള വഴി ആർക്കറിയാം? അഭിമന്യുവിനറിയാം. എന്നാൽ തിരിച്ചിറങ്ങേണ്ടതെന്ന് അഭിമന്യു അറിയില്ല. അഭിമന്യു ആരാണ്? അർജുനൻ്റെ മകൻ. മഹാഭാരത യുദ്ധം എന്തിനു വേണ്ടിയാണ് മകളെ? കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും തമ്മിലുള്ള യുദ്ധം, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധം. അതായത് അധർമ്മത്തിനെതിരെ ധർമ്മം ചെയ്യുന്ന യുദ്ധം, അസത്യത്തിനെതിരെ സത്യം ചെയ്യുന്ന യുദ്ധം, അല്ലെങ്കിൽ തിന്മയ്ക്കെതിരെ നന്മ ജയിക്കാനുള്ള യുദ്ധം. അങ്ങനെയാണ് നമ്മൾ മഹാഭാരത യുദ്ധത്തെ നമ്മൾ പറയാറ്. അപ്പം ഈ സ്ഥലത്ത് കുരുക്ഷേത്ര യുദ്ധത്തിൽ 13ാം ദിവസം കൗരവസേനയിലെ മഹാരഥന്മാർ, ഈ ചക്രവ്യൂഹം രചിച്ചത് ആരാണ്? കൗരവസേനയിലെ മഹാരഥന്മാർ. ആരെ തോൽപ്പിക്കാനാണ്? പാണ്ഡവന്മാരെ തോൽപ്പിക്കാൻ വേണ്ടി അവർ രചിച്ച ചക്രവ്യൂഹത്തിൽ ആര് കടന്നു? അഭിമന്യു കടന്നെത്തി. പക്ഷേ അവിടെ എത്തിയപ്പോൾ അഭിമന്യു നിരായുധനായി. അഭിമന്യുവിൻ്റെ കയ്യിൽ ഒന്നുമില്ല. ആ സമയത്ത് ഈ മഹാരഥന്മാർ ഇവനെ ആക്രമിക്കാൻ തുടങ്ങി. ഉടനെ അവൻ എന്ത് ചെയ്യുന്നു? തൻ്റെ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമെടുത്ത് അത് പിടിച്ചുകൊണ്ട് അതിനെ കൊണ്ട് ഇവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അത് ആയുധമാക്കി ഇവർ കൗരവരോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള വിദ്യ അവനറിയാത്തത് കൊണ്ട് തന്നെ, അഭിമന്യുവിന് അറിയാത്തത് കൊണ്ട് തന്നെ ശത്രുപാളയത്തിൽ ആൾക്കാർ എന്ത് ചെയ്തു? അധർമ്മത്തിന് അവനെ എതിരാക്കി അവനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇവിടെയും അധർമ്മം, ധർമ്മമല്ലാത്ത വഴി, അതായത് നമ്മളുടെ ഈ ലോകത്തിലെ കപടത, വഞ്ചന നിറഞ്ഞ ലോകത്തിൽ സത്യവും നീതി എന്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുക വിഷമമാണ്. ഒരിക്കലും സത്യവും നീതിയും കൊണ്ട് നമ്മൾ ജയിക്കുമെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അതുപോലെ അഭിമന്യുവിനെ പ്രതീകമാക്കിക്കൊണ്ട് ഈ കവിത ധർമ്മവീർ ഭാരതി എഴുതുമ്പോൾ ഇന്നത്തെ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും, ഇന്നത്തെ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ജീവിതത്തിൻ്റെ മൂല്യം നശിച്ചു പോകുന്നതിനെ പറ്റിയുമാണ് കവി ഇവിടെ പ്രതിപാദിക്കുന്നത്. Now come to the lesson. मैं रथ का टूटा हुआ पहिया हूँ. टूटा हुआ पहिया ആണ് പറയുന്നത്. ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാണ്.
പൊട്ടിയ ചക്രം എന്താണ് മക്കളെ അതിന് ഇമ്പോർട്ടൻസ്? ഒരു സാധനം നമ്മുടെ കയ്യിൽ ഒരു ഗ്ലാസ് പൊട്ടിപ്പോയി, നമ്മൾ എന്ത് ചെയ്യും? ഒരു കുപ്പി പൊട്ടിപ്പോയി, നമ്മളതിനെ കളയുന്നു അല്ലേ? പക്ഷെ ചിലരെന്ത് ചെയ്യും? ആ പൊട്ടിയ ഭാഗം മാറ്റി അതിനെ പലതരത്തിൽ ഡെക്കറേറ്റ് ചെയ്ത് നമ്മളതിനെ പല വേസാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ അതിനെ മാറ്റി ഉപയോഗപ്രദമാക്കി മാറ്റുന്നു. അതുപോലെ ഈ ടൂട്ടാ ഹുവ പഹിയ പറയാണ്, മേ രഥ് ഖാ, ഞാൻ ഏതിൻ്റെതാണ്? മേ കിസ്കാ ടൂട്ടാ പഹിയ ഹൂം, മേ രഥ് കാ ടൂട്ടാ പഹിയ ഹൂം, ലേക്കിൻ മുझे फेंको मत. പക്ഷെ എന്നെ നിങ്ങൾ എറിഞ്ഞു കളയരുത്. നിങ്ങൾക്ക് പ്രയോജനമില്ല എന്ന് കരുതി നിങ്ങൾ അതിനെ ഒരിക്കലും എറിഞ്ഞു കളയരുത്. എപ്പോഴെങ്കിലും അമൂല്യമായ ആ സാധനം, ആ എറിഞ്ഞു കളഞ്ഞ സാധനം, എറിഞ്ഞു കളഞ്ഞ് നമ്മൾ വേണ്ട എന്ന് വെച്ച സാധനം അമൂല്യമായി നമുക്ക് ഉപകാരപ്രദമായി തീർന്നേക്കും. അപ്പോൾ ലേക്കിൻ മുझे फेंको मत, फेंको मत, എന്നെ എറിയരുത്. ക്യാ ജാനെ കബ് ഇസ് ദുരൂഹ ചക്രവ്യൂഹ മേ, ക്യാ ജാനെ കബ്, എപ്പോഴാണ്, ഏത് സാഹചര്യത്തിലാണ് നമ്മൾ വേണ്ട എന്ന് വെക്കുന്ന പ്രയോജനരഹിതമായ ഒരു സാധനം പ്രയോജനകരമായി മാറുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ടൂട്ടാ ഹുവ പഹിയ പറയുന്നു, ഞാൻ പൊട്ടിത്തകർന്ന ചക്രമാണെങ്കിലും എന്നെ നിങ്ങൾ ദൂരെ എറിയരുത്. പകരം എന്ത് ചെയ്യണം? ഇസ് ദുരൂഹ ചക്രവ്യൂഹമേ, इस दुरूह चक्रव्यूह, अंडरलाइन दुरूह चक्रव्यूह. चक्रव्यूह कैसा है? दुरूह है. അതൊരു പ്രാവശ്യം അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ദുരൂഹ് ചക്രവ്യൂഹ്. അപ്പോൾ ചക്രവ്യൂഹ് കൈസാ ഹെ? അണ്ടർലൈൻ ദുരൂഹ്. ദുരൂഹ് മീൻസ് മനുഷ്യർക്ക് നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത, ദുസ്സഹമായ, നമ്മളുടെ എന്താ പറയുക, മനസ്സിന് മനസ്സിലാക്കാത്ത, നമ്മുടെ അതിൽ നിന്നപ്പുറമുള്ള ഒരു ചക്രവ്യൂഹം. ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ചക്രവ്യൂഹം എന്നുള്ള വാക്കിന് എന്താണ്? വിഷമങ്ങൾ നിറഞ്ഞ നമ്മുടെ ലോകമാണ് ചക്രവ്യൂഹം. വിഷമതകളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ നമ്മളുടെ ലോകമാണ് ചക്രവ്യൂഹം. ഈ ലോകത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നുവോ ആ ജീവിതത്തിൽ പല ദുഃഖങ്ങളും പരാജയങ്ങളും നമുക്ക് വന്നേക്കാം. എന്നാൽ അതിനൊക്കെ അതിജീവിച്ച്, ആ പരാജയങ്ങളെ അതിജീവിച്ച് കടക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ മഹാത്മ്യം. അതുപോലെ ഇവിടെ പറയുന്നു, ഇസ് ദുരൂഹ ചക്രവ്യൂഹമേ അക്ഷൗഹിണി സേനാവുകോ ചുനൗത്തി ദേത്താ ഹുവ. എങ്ങനത്തെ ചക്രവ്യൂഹമാണ് മക്കളെ? ദുരൂഹ ചക്രവ്യൂഹ. അതിൽ അക്ഷൗഹിണി സേന, അക്ഷൗഹിണി സേന എന്ന് പറഞ്ഞാൽ ചതുരംഗ സേനയിലെ ഒരു വിഭാഗമാണ് അക്ഷൗഹിണി സേന. ചതുരംഗ സേന അല്ലേ? സൈന്യത്തിൽ എന്തൊക്കെയുണ്ടോ? കാലാൾപ്പടയുണ്ടാവും, കുതിരപ്പടയുണ്ടാവും അല്ലേ? ആന, അങ്ങനെ നമ്മൾ മഹാഭാരത യുദ്ധം കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ കണ്ടിട്ടുമുണ്ട്. പലതരം അല്ലേ സേനകളാണ്. അതുപോലെയുള്ള അക്ഷൗഹിണി സേന, അതായത് ലഖോം സിപ്പാഹിയോം കി സേന ഹെ, ലക്ഷക്കണക്ക് സിപ്പാഹികളുടെ സേനകളെ ചുനൗത്തി ദേത്താ ഹുവ, ചുനൗത്തി ദേന വെല്ലുവിളിക്കുക, ദേത്താ ഹുവ കോയി ദുസ്സാഹസി അഭിമന്യു ആക്കർ ഘിർ ജായേ. ദുസ്സാഹസി അഭിമന്യു, അത് അണ്ടർലൈൻ ചെയ്യാം. അഭിമന്യുവിനെ ഈ പാരഗ്രാഫിൽ എന്തായിട്ടാണ് വിവരിച്ചിട്ടുള്ളത്? ദുസ്സാഹസി അഭിമന്യു. അത് അണ്ടർലൈൻ ചെയ്യണം മക്കള്, ദുസ്സാഹസി അഭിമന്യു. അപ്പോൾ അക്ഷൗഹിണി സേനാവുകോ ചുനൗത്തി ദേത്താ ഹുവ. ഈ ടൂട്ടാ പഹിയ ആർക്കാണ് ചുനൗത്തി? കിസ്കോ ചുനൗത്തി ദേത്താ ഹെ? അക്ഷൗഹിണി സേന को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु, സാഹസനായ, ദുസ്സാഹസനായ, അല്ലെങ്കിൽ എങ്ങനത്തെ സാഹസി യുവാ പീढ़ी की प्रतीक है. यह अभिमन्यु साहसी युवा पीढ़ी की प्रतीक है. वो आकर घिर जाए, അതിലത് പെട്ടുപോകുന്നു. ഇത്രയും ലൈനാണ് ഒന്നാമത്തെ പാരഗ്രാഫ്. അതായത് കവി പറയുന്നു എന്താണ്? മേ, അതായത് ടൂട്ടാ പഹിയ कहती है मैं रथ का टूटा पहिया हूँ मुझे फेंको मत. എന്നെ നിങ്ങൾ എറിഞ്ഞ് കളയരുത്. എന്തുകൊണ്ട്? എന്നെ എറിഞ്ഞ് കളയണ്ട, എപ്പോഴെങ്കിലും നിങ്ങൾക്കത് ഉപകാരപ്രദമാവും. ക്യാ ജാനെ കബ് ഇസ് ദുരൂഹ ചക്രവ്യൂഹമേ, ദുരൂഹമായ ചക്രവ്യൂഹം. അതിന് രണ്ട് തരം അർത്ഥമുണ്ട് മക്കളെ. ദുരൂഹ ചക്രവ്യൂഹം ഒന്ന് മഹാഭാരതത്തിലെ ചക്രവ്യൂഹം. ഇവിടെ എന്താണ്? വർത്തമാന യുഗക്ക് ക്രൂരത. നമ്മൾ ഈ വർത്തമാന യുഗത്തിലെ ക്രൂരതകളും വിഷമതകളും അതാണ് ഇവിടെ. സാമാജിക് വർത്തമാൻ കാൽ में इसका अर्थ है दुरूह चक्रव्यूह मीन्स हमारे वर्तमान युग की क्रूरता और यह संसार की छल और कपट से भरी संसार.
എങ്ങനെ വേണമെങ്കിലും അത് വ്യാഖ്യാനിക്കാം. ഈ കവിത വളരെ ചെറിയ പോയമാണെങ്കിലും ഒരുപാട് ഡിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു പോയമാണ്. അപ്പോൾ വീണ്ടും പറയുന്നു, ദുരൂഹ ചക്രവ്യൂഹം എങ്ങനത്തതാണ്? യ സംസാർ സെ തുലന की है, यह कैसा संसार है? यह संसार छल और कपट से भरा है. यह वर्तमान युग की क्रूरता का चित्रण भी करते हैं. വർത്തമാനകാലത്തിലെ ക്രൂരത, വർത്തമാനകാലത്തിലെ छल कपट से भरा संसार का चित्रण कवि इसके द्वारा करते हैं. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാര. मैं read it once again. मैं रथ का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मार, क्या जाने कब. इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर घिर जाए. ഇതാണ് ഒന്നാമത്തെ ഭാഗം. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിൽ പറയാം ഡിസ്ക്രിപ്ഷൻ. ഒന്നാമത്തത് ടൂട്ടാ പഹിയ. ടൂട്ടാ പഹിയയിൽ ടൂട്ട എന്നുള്ളത് വിശേഷണം, പഹിയ എന്നുള്ളത് നാമം അല്ലെങ്കിൽ സംജ്ഞ. ഓക്കെ, ഇനി मैं स्टैंड्स फॉर टूटा पहिया. मैं किसका टूटा पहिया हूँ? मैं रथ का टूटा पहिया हूँ. അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു രഥത്തിന് 4 ചക്രം ഉണ്ടാവും അല്ലേ? അതിൽ ഒരു പൊട്ടിയ ചക്രം എടുത്തിട്ടാണ് ഇവൻ എന്ത് ചെയ്യുന്നത്? പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. മറ്റേ ആയുധം കൊണ്ട് വെല്ലുവിളിക്കുന്ന ഇവൻ നിഹത്യനാണ്, ഇവൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില ഫിലിമിലൊക്കെ ഭയങ്കര അടി നടക്കുമ്പോൾ അവസാനം എന്തെങ്കിലും ഓടോ അല്ലെ എന്തെങ്കിലും കിട്ടിയോണ്ടടിക്കുന്നത്. അതുപോലെ വേറൊരു ഓൾട്ടർനേറ്റീവ് ഇല്ലാത്തത് കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? പൊട്ടിയ ചക്രം എടുത്ത് അവൻ അത് പിടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവരെ എതിർക്കുന്നത്. അതായത് മഹാഭാരതത്തിലെ അഭിമന്യുവിനെ പ്രതീകമാക്കിക്കൊണ്ട് വർത്തമാന യുഗത്തിലെ ജടിലത, ക്രൂരത ഇത് വർണ്ണിക്കുകയാണ് കവി ചെയ്യുന്നത്. മഹാഭാരതത്തെ अभिमन्यु को प्रतीकात्मक बनाकर, अभिमन्यु എന്താക്കി? प्रतीकात्मक बनाकर वर्तमान युग की जटिलता का चित्रण कवि ने किया है. वर्तमान युग की संकीर्णता, वर्तमान युग की क्रूरता, वर्तमान युग की जटिलता इसकी और कवि ने इशारा किया है. कवि ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നത്തെ ലോകത്ത് പല ആപത്ഘട്ടങ്ങളിലും പല ബുദ്ധിമുട്ടിലും നിരായുധരായി നിൽക്കുന്ന സാധാരണ മനുഷ്യന്മാരുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് കവി ആരെക്കൊണ്ട് പറയുന്നു? അഭിമന്യുവിനെ പ്രതീകമാക്കിക്കൊണ്ട് ഒരു കവിത എഴുതിയിരിക്കുന്നു. അതാണ് ടൂട്ടാ പഹിയ. പിന്നെ അതിൽ അടുത്ത ക്വസ്റ്റ്യൻ, इस दुरूह चक्रव्यूह में, चक्रव्यूह कैसा है? दुरूह है. क्यों दुरूह? क्यों? ये संसार तो छल और कपट से भरा है, इसलिए हमारा संसार रूपी दुरूह चक्रव्यूह, സംസാര രൂപീച്ച ലോകത്തിൻ്റെ രൂപത്തിലുള്ള ലോകമാകുന്ന ദുരൂഹമായ ദുസ്സഹമായ വിഷമങ്ങൾ നിറഞ്ഞ ചക്രവ്യൂഹത്തിൽ അക്ഷൗണി സേനാക്കോ ചുനൗത്തി, ആരെയാണ് വെല്ലുവിളിക്കുന്നത്? അക്ഷൗണി സേനാക്കോ. लाखों सिपाहियों की सेना है, अक्षौहिणी सेना है, उसको ചുനൗത്തി ദേത, അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആര് വരുന്നു? ദുസ്സാഹസി അഭിമന്യു. ദുസ്സാഹസി മീൻസ് സാഹസവീരനായ അഭിമന്യു. ഇവിടെ അഭിമന്യു കിസസെ ചുനൗത്തി ദേത്തി ഹെ? അഭിമന്യു अक्षौहिणी सेना को चुनौती देती है. वह अभिमन्यु कैसा है? दुस्साहसी है. അപ്പോൾ ഈ അഭിമന്യു എന്നുള്ള ക്യാരക്ടർ, അതായത് അർജുൻ്റെ മകനായ അഭിമന്യുവിലൂടെ കവി വർത്തമാന സമാജത്തിലെ സ്ഥിതിഗതികൾ എന്താണ്, ഈ ലോകത്തിൽ അഭിമന്യു അന്ന് അനുഭവിച്ചതുപോലെയുള്ള ചക്രവ്യൂഹത്തിൽപ്പെട്ടതുപോലെയുള്ള അനുഭവം എല്ലാവർക്കും ഉണ്ട് എന്ന് കവി മനസ്സിലാക്കുകയാണ്. അപ്പോൾ ദുസ്സാഹസി അഭിമന്യു കൈസാഹെ? ദുസ്സാഹസി. പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു പാരഗ്രാഫ് തരും, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ പാരഗ്രാഫിൽ അഭിമന്യു എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ദുസ്സാഹസിയാണ് അഭിമന്യു. ഈ പാരഗ്രാഫ് തന്നെ ചക്രവ്യൂഹം എങ്ങനെയാണെന്ന് പറയണം? दुरूह चक्रव्यूह. പിന്നെ अभिमन्यु किसको चक्रव्यूह में किसको चुनौती देता है? अक्षौहिणी सेनाओं को चुनौती देता है. और मैं स्टैंड्स फॉर टूटा पहिया. मुझे फेंको मत, यह किसने कहा है? टूटा पहिया. टूटा पहिया स्वयं अपने आप को अपने आप से कहते हैं मुझे फेंको मत,
मैं अब तुम्हारे लिए कुछ फ़ायदा नहीं देते हैं, लेकिन ज़रूर बाद में इससे तुम्हें बहुत फ़ायदा ज़रूर मिलेंगे. ഈ വാക്യം ഇത് വെച്ചോട്ടെ. അതായത് ഈ ലോകത്തിലെ ഛൽ और കപട, വഞ്ചനയെ നിറഞ്ഞ ലോകത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പല അവസ്ഥകളും വരും. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരു പക്ഷേ നമുക്ക് തന്നെ പിൽക്കാലത്ത് പ്രയോജനമായി വരും. സോ അതാണ് ഇതിൻ്റെ ആദ്യത്തെ. അതായത് മക്കളെ, ഇതാണ് ജീവിതത്തിൻ്റെ സംഘർഷങ്ങളിൽ ആകെ വിഷമിച്ചു പോകുന്ന, ജീവിതത്തിൻ്റെ സംഘർഷങ്ങളിൽ നമുക്ക് നഷ്ടമാകുന്ന മാനുഷിക മൂല്യത്തിൻ്റെ പ്രതീകമാണ് ഈ ടൂട്ടാ പഹി. എന്താണ്? ജീവിതത്തിൻ്റെ സംഘർഷം. അതായത് हमारे जीवन में बलि कर दिए जाने वाले सभी बलि कर दिए जाने वाले मानव मूल्य का प्रतीक है टूटा पहिया. ജീവിതത്തിൻ്റെ സംഘർഷങ്ങളിൽ നമ്മൾക്ക് നഷ്ടമാകുന്ന, നമുക്ക് ഒരുപാട് സംഘർഷങ്ങൾ വരുമ്പോൾ പലപ്പോഴും മൂല്യങ്ങൾ, ജീവിത മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു. നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്യുന്നു സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ. സമൂഹത്തിൽ ഔന്നത്യത്തിൽ നിൽക്കുന്നവർക്ക് ഒരിക്കലും താഴ്ന്നു വരാൻ സാധിക്കില്ല. അപ്പോൾ സമൂഹത്തിൽ തൻ്റെ മഹിമയും തൻ്റെ എന്താ പറയുക പവറും എല്ലാം പിടിച്ചു നിർത്താൻ വേണ്ടി പലപ്പോഴും തെറ്റായ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ സംഘർഷണത്തിൽ നമുക്ക് എന്തുണ്ടാകുന്നു? മാനുഷിക മൂല്യങ്ങൾക്ക് വരുന്ന ശോഷണം, മാനുഷിക മൂല്യത്തിൽ വരുന്ന നഷ്ടങ്ങൾ, അതാണ് ഈ കവിതയിലൂടെ കവി പറയുന്നത്. അപ്പോൾ അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ദുസ്സാഹസി മനുഷ്യൻ ഖിർജായേ. അതിൽ ഈ ദുസ്സാഹസി അഭിമന്യു എന്ന് പറയുമ്പോൾ അതെങ്ങനത്തതാണ്? സാഹസി യുവാപീഠി. അതാണ് സാഹസികമായ ഇന്നത്തെ യുവജനത്തെയാണ് അത് പ്രതീകാത്മകമായി യൂസ് ചെയ്യുന്നത്. അതായത് അഭിമന്യു എന്നുള്ളത് ഇന്നത്തെ യുവാപീഠി. എങ്ങനത്തത്? സാഹസി. അതായത് जीवन की विषमताओं रूपी चक्रव्यूह में शोषण व्यवस्था से चुनौती देने वाली साहस अभिमन्यु. जीवन की विषमताओं रूपी चक्रव्यूह, ജീവിതമാകുന്ന വിഷമങ്ങൾ നിറഞ്ഞ, ആപൽഘട്ടങ്ങൾ നിറഞ്ഞ, ദുരിതങ്ങൾ നിറഞ്ഞ ചക്രവ്യൂഹത്തിൽ ശോഷൺ കി അവസ്ഥ, നമ്മൾ പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നു. ആനന്ദ് ശോഷകവർഗം, സമൂഹത്തിലെ ഉന്നതത്തിൽ നിൽക്കുന്നവരാണ് ശോഷകവർഗം. ആ വർഗം ആരെ ചൂഷണം ചെയ്യുന്നു? സാധാരണ ജനങ്ങളായ നമ്മളെ ചൂഷണം ചെയ്യുന്നു. അതിനെതിരെ വെല്ലുവിളിക്കുകയാണ് കവിയുടെ ഉദ്ദേശം. അപ്പോൾ ദുസ്സാഹസ് അഭിമന്യു ആഖർ ഖിർജായേ, അതിൻ്റെ അർത്ഥം ഇതാണ്. ജീവൻ കി വിഷമതവാൻ രൂപി. മക്കളെ അറിയാത്തത് പറയുമ്പോൾ എഴുതിയിടാം. ഞാൻ ഹിന്ദിയിൽ പറയുന്നുണ്ട്, മലയാളത്തിൽ പറയുന്നു. जीवन की विषमताओं रूपी चक्रव्यूह में शोषण की व्यवस्था से चुनौती देने वाले साहसी अभिमन्यु. ജീവിതമാകുന്ന ജീവിതത്തിലുള്ള ആപൽഘട്ടങ്ങളിൽ, പ്രതിസന്ധികളിൽ ആ രൂപത്തിലുള്ള ചക്രവ്യൂഹത്തിൽ ശോഷൺ കി വ്യവസ്ഥ, ചൂഷണത്തിൻ്റെ വ്യവസ്ഥയ്ക്കെതിരെ വെല്ലുവിളിക്കുകയാണ് അഭിമന്യു, സാഹസി അഭിമന്യു. ഓക്കെ. അപ്പോൾ അടുത്ത നെക്സ്റ്റ് അടുത്ത പാരഗ്രാഫ്. तब मैं रथ का टूटा हुआ पहिया उसके हाथों में महाब्रह्मास्त्रों से लोहा ले सकता है. तब मैं रथ का टूटा हुआ मक्कड़े अपने गिर जाए वरे. അടുത്തത് अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्ती आवाज़ को अपने ब्रह्मास्त्रों से कुचल देना चाहा. तब मैं रथ के टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. അവിടെ ഞാൻ രണ്ടാമത്തെ പാര ഒന്നുകൂടെ വായിക്കുന്നു. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्ती आवाज़ को अपने ब्रह्मास्त्रों से कुचल देना चाहे. तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. ശ്രദ്ധിക്കാം. अपने पक्ष को असत्य जानने पर भी, അപ്പോൾ ഒരാൾ അറ്റാക്കിയാണ്. പണ്ട് കൗരവന്മാരുടെ മഹാരഥന്മാർ, ചക്രമൂഹം ലഭിച്ച മഹാരഥന്മാർ ആരെ അറ്റാക്ക് ചെയ്യുന്നു? അഭിമന്യുവിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ അപ്പിനെ പക്ഷിക്കോ അസത്യ ജാനത്തെ ഹുയെ,
തൻ്റെ പക്ഷം തെറ്റാണെന്നറിഞ്ഞിട്ടും കൗരവന്മാർക്കറിയാം പാണ്ഡവന്മാരുടെ യുദ്ധം ചെയ്യുന്നത് തെറ്റാണെന്നും അധർമ്മമാണെന്നും അറിയാം. അതുപോലെ നമുക്കും നമ്മൾ പലരുമായി പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും നമ്മൾ തെറ്റാണെങ്കിൽ നമ്മൾ വാദിച്ച് ചെയ്യും. തൽക്കാലത്തെ ഉയർച്ച, തൽക്കാലം പിടിച്ചു നിൽക്കാനുള്ള ആ വെമ്പൽ കൊണ്ട് നമ്മൾ അവരെ അടിച്ചിരുത്താനുള്ള ശ്രമം നടത്തും. അപ്പിനെ പക്ഷിക്കോ അസത്യ ജാനത്തെ ഹുയേ ഭി, എന്താണ് അപ്പിനെ പക്ഷിക്കോ, ആരുടെ പക്ഷമാണ്? ബഡേ ബഡേ മഹാരഥിയോ കെ. അപ്പിനെ പക്ഷിക്കോ അസത്യ ജാനത്തെ ഹുയേ ഭി ബഡേ ബഡേ മഹാരഥി, തൻ്റെ പക്ഷങ്ങൾ, താൻ പറയുന്ന കാര്യങ്ങൾ അസത്യമാണെന്ന് ആർക്കറിയാം? ബഡേ ബഡേ മഹാരഥി. ഈ ബഡേ ബഡേ മഹാരഥി എന്ന് പറയുന്നതാണ് എങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ താൻ വിചാരിക്കുന്ന കാര്യങ്ങൾ തെറ്റാന്ന് ഉറപ്പിച്ചറിയാം. പക്ഷേ ആ തെറ്റിനെ തന്നെ നമ്മൾ പിന്തുടരുന്നു. ആ തെറ്റിൽ നിന്ന് മാറി സത്യത്തെയോ ജസ്റ്റിസോ ധർമ്മത്തെയോ ഒരിക്കലും കൂട്ടുപിടിക്കാൻ അവർ തയ്യാറാകുന്നില്ല. അപ്പിനെ പക്ഷിക്കോ അസത്യ ജാനത്തെ ഹുയേ ഭി ബഡേ ബഡേ മഹാരഥി अकेली निहत्ती आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहा. बड़े बड़े महारथी, വലിയ വലിയ മഹാരഥന്മാർ किसका पक्ष देते हैं? असत्य का पक्ष. अदर क्वेश्चन ആണ്. बड़े बड़े महारथी किसका पक्ष देते हैं? असत्य का. അല്ലെങ്കിൽ असत्य का पक्ष कौन देते हैं? बड़े बड़े महारथी എന്താ ചെയ്തത്? अकेली निहत्ती आवाज. ഈ അഭിമന്യു എന്താണ്? നിരായുധനാണ്. അവൻ്റെ നിസ്സഹായ അവസ്ഥ എന്താണ്? നമ്മളൊന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മൾ ചില ഫിലിമിലൊക്കെ സ്പടികത്തിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? എല്ലാവരും കൂടി പരക്കടി കഴിയുമ്പോൾ അവസാനം മോഹൻലാലും ഗതിമുട്ടി കത്തി കൊണ്ട് കുത്തുന്നു, ഗതിമുട്ടി ചെയ്യുന്നു. അതുപോലെ ഇവിടെ ആരാണ്? അക്കേലി നിഹത്യ ആവാസ്. നിഹത്യ മീൻസ് നിരായുധനായ, അവൻ്റെ നിസ്സഹായ സ്വരം. ആരുടെ ഇവിടെ? അഭിമന്യുവിൻ്റെ നിസ്സഹായത, നിരാശയുടെ നിരായുധനായവൻ്റെ നിസ്സഹായ സ്വരം. അപ്പിനെ ബ്രഹ്മാസ്ത്രോം സേ കുചൽ ദേത്തി ഹെ. ബഡേ ബഡേ മഹാരഥികൾ, വലിയ വലിയ മഹാരഥന്മാർ തങ്ങൾ യുദ്ധം ചെയ്യുന്ന കാര്യവും താൻ എന്തിനാണ് ചെയ്യുന്നത് തെറ്റാണെന്ന് സ്വയം അറിഞ്ഞുകൊണ്ട് തന്നെ അകേലി, അങ്ങനത്തെ അഭിമന്യുവാണ് അകേലി, ഒറ്റയ്ക്ക് എലോൺ ഇതിൻ്റെ ഉള്ളിൽ. അകേലി നിഹത്യ, നിരായുധൻ, കയ്യിലൊന്നുമില്ല. ബിനാ കിസി ശസ്ത്രോം കെ, ബിനാ കിസി ശസ്ത്രോം കെ ഒറ്റ വാക്കാണ് നിഹത്യ. എഴുതിയിടാം. बिना किसी शस्त्रों के निहत्य ആവാസ് को. അവൻ്റെ ആവാസ് എങ്ങനെയാണ്? നിരായുധന നിസ്സഹായ സ്വരം. അവൻ്റെ സ്വരം എന്താണ്? നിസ്സഹായ സ്വരം. അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അവൻ അറിയുന്നില്ല. അവൻ എന്ത് ചെയ്യണം? നാലുപാട് നോക്കുന്നു. എന്ത് ചെയ്യും ഞാൻ? അങ്ങനെ അവൻ എന്തെടുത്ത് കയ്യിൽ പിടിക്കുന്നു? പൊട്ടിയ ചക്രം, രഥത്തിൻ്റെ പൊട്ടിയ ചക്രം പിടിച്ച് നടക്കുന്നു. നിഹത്തി ആവാസ് കോ അപ്പിനെ ബ്രഹ്മാസ്ത്രം സേ കുചൽ ദേനാ ചാഹ. അവരെന്ത് ചെയ്യുന്നു? വലിയ വലിയ മഹാരഥികൾ അപ്പിനെ ബ്രഹ്മാസ്ത്രം. എന്താണ് ബ്രഹ്മാസ്ത്രങ്ങൾ? കണ്ടിട്ടില്ലേ ബ്രഹ്മാസ്ത്രം? നമ്മൾ മഹാരഥം കാണുമ്പോൾ രണ്ട് രഥങ്ങൾ ഇങ്ങനെ വന്ന് കൂട്ടിപ്പോവും അല്ലേ? മഹാഭാരതം നമ്മൾ കാണുമ്പോൾ പണ്ട് ഇപ്പം അത് കാണുന്നില്ല, ഉണ്ടായിട്ടുണ്ടാവും, നമ്മളിപ്പോൾ കാണുന്നില്ല. പണ്ടൊക്കെ നമ്മളിത് കാണാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കും. യുദ്ധം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതിൽ നമ്മൾ കാണുന്ന ഓരോ ബ്രഹ്മാസ്ത്രങ്ങളാണ് ഓരോരുത്തരും തൊടുത്തുവിടുന്നത്. അങ്ങനെയുള്ള അത് ആരാണ് തൊടുത്തുവിടുന്നത്? ബഡേ ബഡേ മഹാരഥി. അക്കേലി നിഹത്തി ആവാസ് കോ അപ്പിനെ ബ്രഹ്മാസ്ത്രം സേ കുചൽ ദേനാ ചാഹ. തൻ്റെ ബ്രഹ്മാസ്ത്രം കൊണ്ട് അതിനെ കുചൽ ദേന, ചവിട്ടി മെതിക്കുക. അതായത് ഇവിടെ ആണെങ്കിൽ എന്താണ്? ശോഷകവർഗ്, അതായത് ഉന്നത തലത്തിലുള്ളവർ താഴെക്കിടയിലുള്ള ആൾക്കാർക്കെതിരെ ബ്രഹ്മാസ്ത്രങ്ങൾ ഇടുന്നു. ദാറ്റ് മീൻസ് പലതും പറഞ്ഞ് അവരെ വിഷമിപ്പിക്കുന്നു, അവരെ സങ്കടത്തിൽപ്പെടുന്നു. അപ്പോൾ അപ്പനെ ബ്രഹ്മാസ്ത്രംസെ കുച്ചൽ തെറ്റി അവരെ ചവിട്ടി മതിക്കുന്നു. ഉന്നത വർഗത്തിലുള്ളത്, ഭരണത്തിലിരിക്കുന്നവർ താഴെക്കിടയിലുള്ള ആൾക്കാരെ എന്ത് ചെയ്യുന്നു? ശോഷണം ചെയ്യുന്നു, ചൂഷണം ചെയ്യും. അതിൻ്റെ പ്രതീകമായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्ती आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहा. तब मैं रथ का टूटा पहिया. അങ്ങനെ നിരായുധനാക്കി എന്നെ എന്ത് ചെയ്യുന്നു? ബ്രഹ്മാസ്ത്രങ്ങളെല്ലാ ചവിട്ടി മെതിക്കുമ്പോൾ ഞാൻ മീൻസ് ഇവിടെ വീണ്ടും ആരാണ്? टूटा पहिया, रथ का टूटा हुआ पहिया, उसके हाथों में
ബ്രഹ്മാസ്ത്രം സേ ലോഹ ലേ സക്തി ഹെ. ഞാനും എന്ത് ചെയ്യുന്നുണ്ട്? ബ്രഹ്മാസ്ത്രം സേ, ആ ബ്രഹ്മാസ്ത്രങ്ങളോട് ഞാൻ ലോഹ ലേത്തി ഹെ. ലോഹാലേന അർത്ഥം എഴുതുക, സാമ്ന കർണ. കഴിഞ്ഞ വർഷം ആനുവൽ എക്സാമിന് വന്നതാണ് 10th സ്റ്റാൻഡേർഡിൽ. ലോഹാലേന സാമ്ന കർണ, ആക്രമിക്കുക. ലോഹാലേന സാമ്ന കർണ. रथ में रथ का टूटा हुआ पहिया उसके हाथों में ബ്രഹ്മാസ്ത്രം സേ, തൻ്റെ കയ്യിലുള്ള, അവരുടെ കയ്യിലുള്ള ബ്രഹ്മാസ്ത്രങ്ങളെ എന്ത് ചെയ്യുന്നു? നേരിടുന്നു. അതായത് നമ്മുടെ ജീവിതത്തിലും പല ആപൽഘട്ടങ്ങളും വിഷമങ്ങളും വരുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള പല കാര്യങ്ങളും കൊണ്ട് മറ്റവർ തൊടുത്തുവിടുന്ന ബ്രഹ്മാസ്ത്രത്തെ നമ്മൾ നിശേഷം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ ഇവിടെ ആര് ചെയ്യുന്നു? അഭിമന്യു തൻ്റെ പൊട്ടിയ ചക്രം പിടിച്ചുകൊണ്ട് നിരായുധനായ അവൻ മറ്റുള്ളവരെ ആക്രമിക്കുന്നു. ചുറ്റും അക്ഷൗണി സേനയാണ്, ലക്ഷക്കണക്കിന് സിപ്പാഹികളാണ്. അവരൊക്കെ യുദ്ധം ചെയ്യുമ്പോൾ വെറും ചക്രം കയ്യിൽ പിടിച്ചുകൊണ്ട് നിരായുധനായ അഭിമന്യു എങ്ങനെ യുദ്ധം ചെയ്യുന്നുവോ അതുപോലെ ഈ ലോകമാകുന്ന ഈ വഞ്ചനയും കപടതയും നിറഞ്ഞ ഈ ലോകത്തും നമ്മെ പലപ്പോഴും പല വിധത്തിലും പ്രതിസന്ധികളിലും ആക്രമിക്കുമ്പോഴും നാമും എന്ത് ചെയ്യണം? എന്തെങ്കിലും നമ്മളിൽ നിന്നും അവരെ അറ്റാക്ക് ചെയ്യണം. അതായത് ധർമ്മം ഉപയോഗിച്ച് അധർമ്മത്തെ തോൽപ്പിക്കണം, സത്യം ഉപയോഗിച്ച് സത്യത്തെ ഓടിക്കണം, നന്മ ചെയ്തുകൊണ്ട് തിന്മയ്ക്കെതിരെ നമ്മൾ പ്രവർത്തിക്കണം. ഓക്കെ, അപ്പോൾ मैं ब्रह्मास्त्रों से लोहा ले सकता हूँ. आई एम रीडिंग द सेकेंड पैरा अगेन. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्ती आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहा. तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. ഇനി ഈ ഭാഗത്തുള്ള ഓരോ വരിയിലും കുഞ്ഞു കുഞ്ഞു കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. अपने पक्ष को असत्य जानते हुए, किसका पक्ष असत्य है? ആരുടെ പക്ഷമാണ് അസത്യം? ബഡേ ബഡേ മഹാരഥിയോ കാ പക്ഷ. അതൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ ചോദിക്കും ബഡേ ബഡേ മഹാരഥിയോ കാ പക്ഷ कैसा है? असत्य है. इसे അത് പിന്നെ ഇത് ആരാണ് ഇതിനെ അറ്റാക്ക് ചെയ്യുന്നത്? അക്കേലി നിഹത്തി ആവാസ്. അക്കേലി അഭിമന്യു എങ്ങനെയാ പോകുന്നത്? അക്കേലി ഓർ നിഹത്തി, ഒറ്റയ്ക്കും നിരായുധനായിക്കൊണ്ട് പോന്നു. അവൻ്റെ സ്വരത്തിലൂടെ ബ്രഹ്മാസ്ത്രം സേ കുച്ചൽ, അവരുടെ ബ്രഹ്മാസ്ത്രങ്ങളെ അവനെന്ത് ചെയ്യുന്നു? ചവിട്ടി മെതിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അപ്പിനെ ഇനി വീണ്ടും പറയാം, ബഡേ ബഡേ മഹാരഥി. ഈ മഹാരഥി എന്ന് പറയുന്ന ആൾക്കാരാണ് സമൂഹത്തിലെ ഉന്നത വർഗത്തിലുള്ള ആൾക്കാരെയാണ് നമ്മളെന്ന് പറയുന്നത് മഹാരഥി. അതായത് ഇതിഹാസത്തിൽ, നമ്മളുടെ ഇതിഹാസത്തിൽ അങ്ങനെ പലതുമുണ്ട്. വലിയ വ്യക്തികൾ, മഹാൻ വ്യക്തികൾ, അവരെന്താ ചെയ്യുന്നത്? ഏതൊക്കെ ഒരു പക്ഷത്ത് നിൽക്കും, എന്നാൽ വ ഏക് ഓർ ഖടേ രഹ ജാത്തെ ഹെ ഓർ ലഡത്തെ ഹെ. उसको यह जानते हैं कि वह किस ओर में है, वह अधर्म है, वह असत्य है, फिर भी वह क्या करते हैं? वह सत्य के लिए कुछ नहीं करता. അവർ സത്യത്തെ മാനിക്കുന്നില്ല. വലിയ ആൾക്കാർ, അവർക്കറിയാം ഞങ്ങൾ ഈ ഭാഗം ചെയ്യുന്നത് തെറ്റാണ്, പക്ഷെ അവർ ആ ഭാഗത്ത് തന്നെ നിൽക്കുന്നു. അവരെന്ത് ചെയ്യുന്നു? ശസ്ത്രഹീൻ ആദ്മിക്കോ ശസ്ത്രം സേ കുച്ചൽ ദേത്തെ ഹെ. ഇതാണ് വർത്തമാനത്തിൽ. നമ്മൾ നേരത്തെ പറഞ്ഞു അഭിമന്യുവിൻ്റെ കാര്യം. വർത്തമാന കാലത്തിൽ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിഹാസത്തിൽ ഐസാഹുവാക്കി, നമ്മുടെ ചരിത്രത്തിൽ നടന്ന കാര്യങ്ങളാണിത്. ബഡേ വ്യക്തി और महान व्यक्ति यह जानते हैं कि किस ओर में वह खड़ा है. ഏത് ഭാഗത്തു നിന്നാണോ അവർ അഭിപ്രായങ്ങളും ന്യായങ്ങളും പറയുന്നത്, वो सत्य नहीं है और असत्य के लिए वह लड़ते हैं. उसको यह पूरा भरोसा है, उसको पूर्ण विश्वास है कि वह असत्य के लिए, अधर्म के लिए लड़ते हैं. वह ऐसे लोग हैं, वह क्या करते हैं? वह सत्य के लिए कुछ नहीं करते हैं. वे शस्त्रहीन आदमी को शस्त्रों से कुचल डालते हैं. ശസ്ത്രഹീൻ ആദ്മി വെച്ചാൽ കയ്യിൽ ആയുധമില്ലാത്ത ആൾക്കാരെ ആയുധമുള്ളവർ എന്ത് ചെയ്യുന്നു? കുച്ചൽ ചവിട്ടി മെതിക്കുന്നു. തബ് എന്ത് ചെയ്യുന്നുണ്ട്? ശസ്ത്രഹീന വ്യക്തി എന്തായി മാറുന്നു? അവൻ ചൂഷണം ചെയ്യപ്പെടുന്നു. ഇതാണ് രണ്ടാമത്തെ പാരഗ്രാഫ്.